ചിരിമുട്ടായിലേക്ക് അവർക്ക് സ്വാഗതം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ചിരിമുട്ടായി എന്ന പ്രോഗ്രാം നിങ്ങളെ ഓരോ വ്യക്തികളെയും സന്തോഷിപ്പിക്കാറുണ്ടും അറിഞ്ഞതിൽ ഞങ്ങളുടെ ആ ടീമിന് വളരെയധികം ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. ഓരോ ആഴ്ചയും മുടങ്ങാതെ ഞങ്ങളുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അവരെല്ലാവരും മിക്കവരും നമ്മളെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്. നമുക്ക് അഭിമാനം തോന്നാറുമുണ്ട്. നമ്മൾ അവതരിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളും ജീവിതയാത്രയിൽ പലപ്പോഴും പലർക്കും അനുഭവിച്ചുകൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഓരോ വ്യക്തിയായിട്ട് അടുക്കുമ്പോഴാണ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ആ ഒരു പെരുമാറ്റമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. പലർക്കും അത് പല രീതിയിലാണ് ആ പെരുമാറ്റം. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സർക്കാർ ഓഫീസിൽ ചെന്നാൽ ആ സർക്കാർ ഓഫീസിലാണ് ദേശത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹാർട്ടുണ്ടാകുന്നത്. ആ കസേരയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അത് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റവും ഉള്ള ആളുകൾ തന്നെ ഒരു 90% ആളും 10% വളരെ നല്ല ആളുകളും 90% ആളുകളും വളരെ മോശമായിട്ടാണ് പെരുമാറും. നമ്മൾ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളെ ഒരു ശത്രുവായിട്ടാണ് കാണും. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴൊരു മനസ്സിലായിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു അപേക്ഷയായിരിക്കും നമ്മളോട് കൊണ്ടു കൊടുക്കുന്നത്. അവർ മുഖത്ത് പോലും നോക്കാതെയാണ് അവരുടെ ആ ഒരു പെരുമാറ്റം. ഈ ബാങ്കിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെരുമാറ്റം കിട്ടും. അതേസമയം ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഒട്ടും കിട്ടത്തില്ല. നമ്മളെ കാണുന്നത് തന്നെ ഒരു ശത്രുക്കളായിട്ട് തന്നെ കാണാറുണ്ട്. പക്ഷേ ചില വ്യക്തികൾ ആ ഓഫീസിനകത്ത് അവർ അവിടെ നിൽക്കുന്ന ആ മറ്റ് സ്റ്റാഫുകളോട് കാണിക്കുന്ന ചില സ്വഭാവങ്ങൾ, അത് ഞാൻ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കിയൊരു വിഷയമാണ്. അതിലൊരു സംഭവമുണ്ട്. ഒരു ഓഫീസിൽ ഒരു സൂപ്രണ്ട്, പുള്ളിക്കാരൻ ഈ ഓഫീസിൽ വരുന്ന കസ്റ്റമറോടും കൂടെ പ്രവർത്തകരോടും എല്ലാം വളരെ നീചമായിട്ടാണ് പെരുമാറുന്നത്. പുള്ളിക്കാരൻ ചിരിക്കാൻ അറിഞ്ഞുകൂടാ. അത് വരുന്നവരെയൊക്കെ ശത്രുക്കളായിട്ടാണ് പുള്ളിക്കാരൻ കാണുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഒരു സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കൂടെ ഒരു സ്റ്റാഫിനോട് അവർക്ക് എന്തെങ്കിലും ആവശ്യം അയാൾ ചെയ്ത് കൊടുക്കത്തില്ല. അത് അങ്ങനെയാണ്. അയാൾ ആരുടെ അടുത്ത് മിണ്ടത്തില്ല. ഇങ്ങനെ വരും, അങ്ങയുടെ ജോലികൾ ഈ സ്വാതന്ത്ര്യം പോകും. കൂടെ ആരെങ്കിലും താമസിച്ച് വന്നാൽ അവരെ ഉദ്യോഗസ്ഥരെ ചാടി. ചുരുക്കം പറയാൻ ആ ഇരിക്കുന്ന സ്റ്റാഫിലെ ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ വളരെ ശത്രുവായിട്ടാണ് കാണും. ഈ മനുഷ്യൻ നമുക്ക് ഇഷ്ടമല്ല. എന്തായാലും അവരൊക്കെ തീരുമാനിച്ച് എന്തായാലും താമസിയാതെ റിട്ടയർ ആവും. അത് എങ്ങനെയെങ്കിലും ആ ദിവസം ഒന്ന് ഒത്തു വന്നാൽ മതിയെന്നും പറഞ്ഞാണ് അവർ. അങ്ങനെ എന്തായാലും ആ മനുഷ്യൻ റിട്ടയർ ചെയ്യുന്ന ദിവസം അടുത്തു. അപ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന ആ സമയം സ്വാഭാവികമായിട്ടും മിക്കവാറും ഓഫീസുകളിൽ ഒരു വലിയൊരു യാത്രയപ്പ് കൊടുക്കാറുണ്ട്. ഇത്രയും വർഷം സർവീസിൽ ജോലി ചെയ്തിട്ട് വളരെ സ്നേഹപൂർവ്വം വലിയൊരു യാത്രയപ്പ്, വളരെ ഹൃദയസ്പർശിയായ യാത്രയപ്പ് പോലെ പലപ്പോഴും ഉണ്ടായിരുന്നു. കരച്ചിലോട് അവർ യാത്രയാക്കും, വീട്ടിൽ കൊണ്ടാക്കും. അത്ര ഒരു ആത്മബന്ധം ഒരു വ്യക്തിയുടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അത് തോന്നുന്നത് എല്ലാവർക്കും ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥൻ കൊണ്ട് പറയും, സാറേ ഈ മനുഷ്യൻ്റെ റിക്വയർമെൻറ്റ് ഞങ്ങൾ കാണത്തില്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ പോവുക, നമുക്ക് പ്ലസ് ചായ പോലും നമുക്ക് അങ്ങനെ വാങ്ങി കൊടുക്കാകത്തില്ല, നമുക്ക് വേണം, നമുക്ക് ആഗ്രഹമില്ല. അങ്ങനെ അന്നത്തെ റിട്ടയർമെൻറ്റ് ദിവസം ആരും അങ്ങനെ റിട്ടയർമെൻറ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് എല്ലാവരും തീരുമാനിച്ചു. അയാൾക്കത് മനസ്സിലായി. അയാൾ അവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിന്ന് ഇവിടുത്തെ റിട്ടയർമെൻറ്റ് എൻ്റെ ആകുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇച്ചിരി സംസാരിക്കാറുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് സംസാരം കേൾക്കണം. നമുക്കൊരു നെറ്റ്വർക്ക് വേണം. മനസ്സോടെ എന്തായാലും അയാൾ പോകില്ലയോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ കൂടെ അവരെല്ലാവരും ഒത്തുകൂടി അവർ ഇങ്ങനെ തുടങ്ങിയപ്പം അയാൾ എണീറ്റു. അയാൾ പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ വന്ന് നിങ്ങളോടൊക്കെ വളരെ പരുഷമായിട്ടാണ് പെരുമാറുന്നത് എനിക്കറിയാം. ഞാൻ ആരോടും കൂട്ടുകൂടാനോ ആരുടെ തൊഴിൽ കൈയിടാനോ ഒന്നും ഞാൻ ശ്രമിക്കാറുമില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ചെറിയൊരു പരാജയം എനിക്കുണ്ട്. എൻ്റെ കണ്ണിൽ ഒരു കണ്ണ് വെപ്പ് കണ്ണാണ്. നിങ്ങൾക്കതറിയാമോ? ആ വെപ്പ് കണ്ണ് ഞാൻ വെച്ചിരിക്കുന്നത് ചെന്നായുടെ കണ്ണാണ്. അതേശം നമ്മുടെ കണ്ണുമായിട്ട് വളരെ ഒരേ കണക്ക് അദൃശ്യമുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഞാൻ വെച്ചിരിക്കുന്ന കണ്ണ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണാടി ഊരി എല്ലാവരും ആ കണ്ണിലേക്ക് നോക്കി, ഓരോരുത്തർ മാറി നോക്കി. അപ്പം എല്ലാവരും പറഞ്ഞു, ആ ചെന്നായുടെ കണ്ണ് ആ റൈറ്റ് സൈഡിലുള്ള ആ കണ്ണാണ്
ചെന്നാട് കണ്ണ്. അപ്പം എല്ലാവരും ആ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം ഇയാൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ട് പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നു, നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എൻ്റെ അത് ചെന്നാട് വെപ്പ് കണ്ണാണോ, ചെന്നാട് കണ്ണാണ്? അപ്പം ഒരാൾ പറഞ്ഞു, സാറേ വേറെ ഒന്നും ഉണ്ടല്ലോ, ആ കണ്ണിലാണ് അല്പമെങ്കിലും ഒരു മനുഷ്യത്വം കാണുന്നത്. അത് നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പം അത്രമാത്രം നീചനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ വെച്ച് ആ ചെന്നായുടെ കണ്ണിലേ മനുഷ്യത്വമുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കും അപ്പം ആ പബ്ലിക്കിനോട് പെരുമാറുക? ഇങ്ങനെ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ വീട്ടിലോട്ട് പെരുമാറുക? ഇവരെ എങ്ങനെ ഈ ക്യാരക്ടറിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും? അത് ഒത്തിരി ശ്രമിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവരിങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഈ ശിഷ്ടകാല ജീവിതം എത്ര സന്തോഷമായിട്ട് പെരുമാറിപ്പോകുന്ന ആ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൂടെ ജോലി ചെയ്യുന്നവരുടെ ആ വിഷമങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര ഭംഗിയായിട്ട് നമുക്ക് ജീവിച്ചു പോകാം. അതുകൊണ്ട് ഈ പറയുന്ന ക്യാരക്ടർ നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിക്കുക. നമ്മുടെ സ്വഭാവം മനസ്സിലാക്കുന്നത് എപ്പോഴും മറ്റുള്ളവർ. നമ്മളെപ്പോഴും ക്ലിയറാണ്, പക്ഷെ നമ്മൾ ആരാണെന്ന്, നമ്മുടെ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവരാ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ചെന്നാ വെച്ച ഈ മനുഷ്യൻ്റെ സ്വഭാവം നമ്മൾ ശരിക്കും അത് പഠിച്ച് അതൊരിക്കലും അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാകരുത്. ഒരു സ്നേഹമുള്ള, നാളോട് സസ്നേഹം പെരുമാറുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുക. നന്ദി.